ഞാനതുകൊണ്ട് ഓടി ഇറങ്ങിയേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓടി പോവുകയാണ്. അപ്പോൾ എൻ്റെ കോഫിയും എൻ്റെ ചീസ് ആൻഡ് എഗ് മഫിനും പിന്നെ മഷ് ബ്രൗണും വന്നു. ആരുമില്ല അപ്പുറത്തെ സൈഡിലൊന്നും കണ്ട കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗൈസ് സ്കൈ ഗാർഡൻ്റെ അകം കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ക്യൂ ഭയങ്കരമാണ്. ഇതിൻ്റെ മേളിൽ വരെയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്ന ഇമിഗ്രേഷനൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഈ ഇതിൻ്റെ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് പോയി വാഴ കാണാം. നമുക്ക് പരിചയമുള്ള മരവും ചെടിയൊക്കെ കാണുമ്പോൾ ഗൈസ് ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ എന്ന് കണ്ട് പക്ക ഒറിജിനൽ സാധനം കേട്ടോ. നമ്മൾ നാട്ടിലെ ഒരു കാട്ടിലൊക്കെ പോയിരിക്കുന്നൊരു വൈബാണ് വന്നിരിക്കുന്നത്. ദേ ഗൈസ് വാഴ പിന്നെയും വാഴ കാണുന്നു. ദേ ടവർ ബ്രിഡ്ജ് കാണാം. തേംസ് റിവർ കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ. ഒരു വീട് പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട്. ഭയങ്കര കൗതുകരമായൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ആരും പിടിക്കാതെ തന്നെ കണ്ടോ നൂഡിൽസ് കണ്ട ഇങ്ങനെ പൊങ്ങി കളിക്കുന്നു. ഇവിടെ പള്ളിയിലിരുന്ന് തിന്നുന്ന പാപമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഹുനോ ഹായ് ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10:34 അപ്പോൾ രാവിലെ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തപ്പം മുട്ട മാത്രമേ വീട്ടിൽ ഇരിപ്പുള്ളൂ, വേറൊരു സാധനം ഇരിപ്പില്ല. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ മക്ഡൊണാൾഡ്സിൽ പോവുകയാണ്. ഞാനിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൽ ലാഭം എന്താണേലും മക്ഡൊണാൾഡ്സിൽ പോയി കഴിക്കുവാണെങ്കിൽ ടൈം ലാഭിക്കാം, ചീപ്പായിട്ട് എനിക്ക് ഫുഡ് കിട്ടുകയും ചെയ്യും. അപ്പോഴത്തേന് ഞാനതുകൊണ്ട് ഓടി ഇറങ്ങിയേക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഓടി പോവുകയാണ്. ഗൈസ് ഈ കാണുന്ന പച്ച കളറില്ലേ, അതാണ് ആ ബിൽഡിങ്ങാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഹോസ്പിറ്റൽ. 16 നിലയുള്ള ഹോസ്പിറ്റലാണ്. ഇവിടെ സെൻട്രൽ ലണ്ടനിൽ തന്നെയുള്ള വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റലാണ് ഗൈസ്. കണ്ട എൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മക്ഡൊണാൾഡ്സ് ഉള്ളത്. അതുകൊണ്ട് ഗൈസ് ഞാനിവിടെ എത്തി. നല്ല റഷുണ്ട്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാവരും വരും. അതുകൊണ്ട് ഞാൻ ഓടിക്കയറി ഓർഡർ ചെയ്യട്ടെ ഗൈസ്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 11 മണിക്ക് മുമ്പ് ചെയ്തില്ലെങ്കിൽ ഇതിന്ന് 11 മണി കഴിഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓർഡർ ഇതിൽ നിന്ന് പോകും. അതാണ് ഇത്രയും തിരക്ക് പിടിച്ച് ധൃതി ചെയ്യുന്നതിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ കോഫിയും എൻ്റെ ചീസ് ആൻഡ് എഗ് മഫിനും പിന്നെ മഷ് ബ്രൗണും വന്നു. അപ്പോൾ ഞാൻ ഗൈസ് കഴിക്കട്ടെ കേട്ടോ. സ്പീഡ് കഴിച്ചിട്ടാണെങ്കിൽ കഴിക്കാനും പറ്റുന്നില്ല. എനിക്കിനി സ്പീഡ് തിരക്ക് വെച്ച് കഴിക്കുന്ന ഇഷ്ടമില്ല. സാധാരണ ഒന്ന് ആസ്വദിച്ച് കഴിച്ച് പയ്യെ പോകണം, പക്ഷേ ലേറ്റ് ആയിപ്പോയി എണീറ്റ്. എൻ്റെ ചീസും മുട്ടയും താഴെ പോയി. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ 3-4 തവണ അവിടെ പോകാനായിട്ട് ടിക്കറ്റ് എടുത്തു. പക്ഷേ 3 തവണയും അത് ക്യാൻസൽ ചെയ്ത് ഞാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന് പോകാൻ ഇറങ്ങും അന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അതെനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരുവേ. അപ്പോൾ ഞാൻ ഓർത്തു ഒന്ന് തെറ്റിയ 3 അപ്പോൾ പിന്നെ 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് 4ാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും ബുക്ക് ചെയ്തു. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, അവിടെ പോയിട്ട് തന്നെ കാര്യമുള്ളെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ വീണ്ടും കാത്തിരുന്ന് ഇന്ന് ആ ദിവസം വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, കഴിച്ച ഉടനെ നേരെ അങ്ങോട്ടേക്ക് പോവുക. സൂപ്പർ സ്പോട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ നോക്കിയപ്പോഴൊക്കെ പിന്നെ എല്ലാവരും ഒത്തിരി പേര് പോയിട്ടുള്ളവരൊക്കെ പറയുന്നത് അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഒരു റിവ്യൂ ഒക്കെ കേട്ടോണ്ട് എന്നാൽ പിന്നെ ഞാനിവിടെ പോയി നോക്കിയേക്കാന്ന് ഓർത്ത് എന്നാൽ പിന്നെ പോവുക. അപ്പം ഒട്ടും താമസിക്കുന്നില്ല, കാരണം എനിക്ക് അവിടെ കയറേണ്ടത് 12:15. അപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങണം. അതുകൊണ്ട് ഞാൻ വേഗം കഴിച്ചിട്ട് വേഗം വിടുക. അപ്പോൾ ഗൈസ് ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനിങ്ങനെ വിട്ടടിച്ച് പോവുക. ഗൈസ് കണ്ടോ, ഈ പുറകെ കാണുന്നതാണ് എൻ്റെ ആശുപത്രി. ജോലിയില്ലാത്ത ദിവസം ഈ വഴിക്കൊക്കെ പോകുന്നതേ ശരിക്കും എനിക്കിഷ്ടമല്ല. കാരണം നമുക്ക് പണിയെടുക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ സ്ഥലത്തോട്ട് പോകാൻ ഒട്ടും താല്പര്യം കാണത്തില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പുറത്തെ സൈഡിൽ പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. ഇതുണ്ട്, ഇതാണ് ഫ്രണ്ടിലത്തെ ഒരു എൻട്രൻസ് വരുന്നത്. ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് വശത്തേക്കടയും കയറാം, തലങ്ങും വിലങ്ങും തിരിഞ്ഞെല്ലാം കയറാം. പക്ഷെ ഡോക്ടറെ കാണണമെങ്കിൽ സമയം എടുക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ ഇന്നും ട്യൂബ് കയറിയാണ് പോകുന്നത്. ഇത് കണ്ടോ, എൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുണ്ട്, യൂസ്റ്റൺ സ്ക്വയർ സ്റ്റേഷൻ. യൂസ്റ്റണിൽ നിന്നാണ് നമ്മൾ ഇന്ന് കയറുന്നത്. നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേഷനിൽ കയറി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയേക്കാം. കാരണം എനിക്ക് അവിടെ എനിക്ക് തോന്നുന്നു ലേറ്റായിട്ട് ചെല്ലുന്നതിൻ്റെ അല്ല, ക്യൂ നിൽക്കുന്നതിനോട് എനിക്കൊരു താല്പര്യമില്ല. ഞാൻ ട്യൂബിൽ കയറി കൂകിപ്പായും തീവണ്ടി പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തൊരാളിരിപ്പുണ്ട്, വെറുതെ അവർക്ക് ഇഷ്ടപ്പെടണ്ടല്ലോ ഓർത്താണ് ഞാനിങ്ങനെ ചെരിഞ്ഞൊക്കെ എടുക്കുന്നത്. അടുത്ത സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് എത്തും, 2-3 മിനിറ്റോടെ കഴിഞ്ഞാൽ ഉടനെ എത്തും. വേണ്ട ആരുമില്ല അപ്പുറത്തെ സൈഡിലൊന്നും. നിങ്ങളിത് വളയുമ്പോൾ ശ്രദ്ധിച്ചോണേ, ഇതിങ്ങനെ 2 വശത്തോട്ട് വിട്ടു പോകുന്നതായിട്ട് ചിലപ്പോൾ തോന്നും. എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ കാണുമ്പോൾ. കണ്ടത് കിടന്ന് ഇളകുന്ന കണ്ടോ. നമ്മുടെ നാട്ടിൽ അത് ട്രെയിനിനകത്ത് കയറുമ്പോൾ വളമൊക്കെ വരുമ്പോഴത്തേന് ഇതിങ്ങനെ വിട്ടു പോകുന്ന പോലെ തോന്നും. കണ്ട കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ 2.5 വർഷമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. എന്നും ഈ ബിൽഡിംഗ് പുറത്തുനിന്ന് കാണുകയുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഞാനിപ്പോൾ എവിടെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗൈസ് സ്കൈ ഗാർഡൻ്റെ അകം കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സിലും അതെ, ആദ്യം ഈ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആകാശത്തൊരു ഗാർഡൻ, ഇതെന്താ സെറ്റപ്പ് എന്നൊന്നും അറിയത്തില്ല. ജസ്റ്റ് പുറത്തുനിന്നുള്ള ഒരു വ്യൂ മാത്രമേ എനിക്കിതിൻ്റെ അറിയത്തുള്ളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെ മേളി വരെ നിൽക്കുവാണ് ഗൈസ്. ഇതിൻ്റെ അകത്താണ് ഈ സ്കൈ ഗാർഡൻ ഉള്ളത്. അപ്പോൾ എന്താണ് ഈ സ്കൈ ഗാർഡനും ഇതിൻ്റെ അകത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ എന്താണുള്ളത് നമുക്ക് കാണാം. ഞാൻ പറഞ്ഞില്ലേ, ക്യൂ ഭയങ്കരമാണ്. ഇതുകൊണ്ടോ നമ്മൾ ടിക്കറ്റ് എടുത്ത് വന്നിട്ട് പോലും ആ ഒരു ടൈമിൽ റിസർവ് ചെയ്ത ആൾക്കാരാണ് ഈ അങ്ങറ്റം വരെ നിൽക്കുന്നത്. ഇനി ഈ ക്യൂ നിന്ന് എപ്പോൾ ഇതിനകത്ത് കയറാനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കണ്ടോ, ഈ ക്യൂ അവസാനിക്കുന്നില്ല ഗൈസ്. ഞാൻ നടന്ന് നേരത്തെ നടന്ന് ഉള്ള ഇപ്പോൾ മനസ്സിലായല്ലോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ നേരത്തെ കാലത്ത് കയറണം, ഇല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റ് ആവാം. കണ്ട് എല്ലാവരും ഇരുന്ന് തീറ്റയൊക്കെ തിന്നുക, ഈ നിന്ന് മടുത്തിട്ടാന്ന് തോന്നും. ഇതാണ് ഇതിൻ്റെ മുകളിലോട്ടുള്ള കാഴ്ച. ഇതിൻ്റെ മുകളിൽ വരെയാണ് നമ്മൾ കയറുന്നത്. ഇത് 37 നിലയാണുള്ളത്. 37 നില ചെന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ മണ്ടയിൽ ചിലപ്പോൾ കാണാൻ പറ്റുന്നതെന്ന്. ഈ സ്പോട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലണ്ടൻ്റെ 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണ്. അതും 37ാമത്തെ നിലയിൽ നിന്നുള്ള 360 ഡിഗ്രിയിലുള്ള വ്യൂ ആണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. ഇതുകൊണ്ടോ, ഇവിടെ എല്ലാം ക്യൂ ആണ് ഗൈസ്. അപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ ആയിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യുന്ന ഇമിഗ്രേഷനൊക്കെ പോലെ ഉണ്ടായിരുന്നു. ഫുള്ള് ബാഗും പോക്കറ്റും എല്ലാം എംറ്റി ആക്കിയിട്ടാണ് അവർ കയറ്റി വിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ 35ാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര ഹൈറ്റിലിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ലിഫ്റ്റിലൊന്നും കുറേ സ്ഥലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പെർമിഷൻ ഇല്ലായിരുന്നു, എല്ലാം എടുത്തു വെക്കണമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ് ഫൈനലി. അപ്പോൾ നമുക്ക് പോയി ഇതിൻ്റെ വ്യൂ എല്ലാം കാണാം. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഇതിൻ്റെ പുറത്തോട്ടിറങ്ങിയൊരു വ്യൂ ആണ് ഗൈസ് ഇത്. ഇതിൻ്റെ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഞാനിവിടെ ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനെ തുടങ്ങുവാണ് ഗൈസ്. ഇവിടെ തന്നെ കണ്ടോ, പേര് പോലെ തന്നെയാണ് ആകാശത്തുള്ള ഗാർഡൻ. അങ്ങനെ തന്നെയാണ്. ഫുള്ള് ഇലകളും മരങ്ങളും പൂക്കളും ഇത്രയും പൊക്കത്ത് വരുന്നത് എങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലെ അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒരു വ്യൂ കാണിക്കാം. ഇത് കണ്ടോ, മേള് ഫുൾ ഇങ്ങനെ ഗാർഡനും, കാരണം ആകാശം നമുക്ക് തൊട്ടടുത്തുള്ള പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് കഫേ ഉണ്ട്. ആ കഫേ ഒക്കെ കണ്ടോ, ഒരുമാതിരി എന്താ മറ്റേ ഒരു വീടൊക്കെ പോലെ ഒരു തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കോക്ടെയിലും നല്ല മദ്യമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് ഇതിൽ നമുക്ക് ഒരു അറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് മേളിലോട്ട് പോവാം ഗൈസ്. അടിപൊളി വ്യൂ. ഉയ്യോ ഗൈസ്, ഫുൾ ലണ്ടൻ്റെ വ്യൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സ്പോട്ടിനേക്കാളും ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാം, കാരണം അതിൽ ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുകളിലോട്ട് പോയി കാണാം. അപ്പോൾ ഇവിടുത്തെ ബോർഡ് നോക്കിയിട്ട് ഇത് സിറ്റി ഗാർഡനിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ സ്റ്റേഴ്സ് കയറി ഇങ്ങനെ പോവുക. കണ്ടോ, സൈഡിൽ ഫുള്ള് ഓരോ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ,
ഇവിടെ നോക്കിയാൽ കാണാം. അത് ഒത്തിരി ആൾക്കാരാണ് ഡെയിലി വന്നു പോകുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഗൈസ് ഫ്രീ ആണ്. ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോയാൽ മതി. അടിപൊളിയായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഹൈറ്റിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറാണ്. എന്തോ നാട്ടിലെ മറ്റേ പന ക്രിസ്മസ് ട്രീ ഒക്കെ പോലത്തെ ഒരു സാധനം. ഈ ഒരു റൂട്ട് ജസ്റ്റ് പോയി നോക്കാം ഇവിടെ എന്തുണ്ടെന്ന്. ഇത് കണ്ടോ, ഓരോ മരത്തിൻ്റെ ചെടികളുടെയൊക്കെ ഓരോ പ്രത്യേകതകളൊക്കെ ഇവരിങ്ങനെ എഴുതി വെക്കുന്നുണ്ട്. ഇത് വായിച്ചിട്ടെന്തോ ഇത് ന്യൂസിലൻഡിൽ നിന്ന് കൊണ്ടുവന്ന എന്തോ ചെടിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഗൈസ്, ഇതിൻ്റെ പൊക്കത്തോട്ട് റെസ്റ്റോറൻ്റ് ആണ്. നമുക്കപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ജസ്റ്റ് കണ്ടതിന് ശേഷം അങ്ങോട്ട് പോവാം. വാഴയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വാഴയും ഇവിടെ ഉണ്ട്. നമുക്ക് പോയി വാഴ കാണാം. നമുക്ക് പരിചയമുള്ള മരവും ചെടിയൊക്കെ കാണുമ്പോൾ ഗൈസ് ഇത് പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോ എന്ന് കണ്ട് പക്ക ഒറിജിനൽ സാധനം കേട്ടോ. കണ്ട പ്ലാസ്റ്റിക് പോലെ ഇരിക്കും, പക്ഷേ ഒറിജിനൽ മറ്റേ ഏത് ചെടിയായിരുന്നു, മറ്റേ എന്താ എലഞ്ഞിപ്പൂവിൻ്റെ ഒക്കെ ഒരു മരം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഭയങ്കരമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഗൈസ് ദേ വാഴ, ഉയ്യോ താഴെല്ലാം വാഴ കണ്ട. ഇവരെയൊക്കെ കണ്ട നമുക്ക് ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ നാട്ടിലെ ഒരു കാട്ടിലൊക്കെ പോയിരിക്കുന്നൊരു വൈബാണ് വന്നിരിക്കുന്നത്. അടിപൊളിയാണ്. അപ്പം നമുക്ക് താഴെയും കൂടെ പോയി നോക്കാം. എനിക്കെന്തോ ഇവിടെ വന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, ഇങ്ങനെ ചാടി ഓടി കാണാൻ. ഗൈസ് ഇതിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ താണ്ടേ കണ്ടോ, ഫുൾ ബിൽഡിങ്ങുകൾ, അതായത് ഫുൾ ലണ്ടൻ, അതായത് 360 ഡിഗ്രിയിൽ നിന്ന് ലണ്ടൻ കാണാമെന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. എല്ലാം കാണാം. ദേ ഗൈസ് വാഴ, പിന്നെയും വാഴ കാണുന്നു. അയ്യോ അടിപൊളി. ദേ ടവർ ബ്രിഡ്ജ് കാണാം, തേംസ് റിവർ കണ്ടോ, അങ്ങ് പോകുന്നവരെ അങ്ങറ്റം വരെയുള്ള വ്യൂ ആയിരുന്നു, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമുക്കിനി ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ വ്യൂയിലോട്ട് നമുക്ക് കടക്കാം ഗൈസ്. എല്ലായിടത്തും ആൾക്കാരാണ്, അതാണ് പ്രശ്നം. നോക്ക് ഗൈസ്, അയ്യോ കറക്റ്റ് ഞാൻ ഷാദിൻ്റെ ഓപ്പോസിറ്റാണ് നിൽക്കുന്നത്. നമുക്ക് താണ്ട ഇഷ്ടം പോലെ ബോട്ടുകളും ആൾക്കാരായിട്ട് പോകുന്ന ബോട്ടും എല്ലാം കാണാം. ഗൈസ് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കണ്ട, അതിൻ്റെ മേളിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നും. അതായത് എന്താ ആൾക്കാർ ഇരിക്കുകയും കഴിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുന്നത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഏത് ബിൽഡിംഗ് ആണോ അല്ലെങ്കിൽ എന്താണോ കാണുന്നത് അത് കറക്റ്റ് അവർ ഓരോ മിററിലും കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഷാദിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ എല്ലാവരും ഇങ്ങനെ നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കണേ ഡ്രിങ്ക്സ് കഴിക്കാം, കോഫി കഴിക്കണേ കോഫി കഴിക്കാം. കണ്ടോ ഭയങ്കര റിലാക്സിങ് ആണ്. കണ്ടോ ഇതാണ് ഗൈസ് ഇവിടുത്തെ ഇതിനകത്തുള്ള ഒരു ഷോപ്പ്. കണ്ടോ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടല്ലോ, ഒരു വീട് പോലെ അവർ പണിത് വെച്ചിട്ടുണ്ട്. വീടിനകത്ത് തന്നെ കണ്ടോ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്, പിന്നെ കോഫി കാര്യങ്ങളുണ്ട്, കോക്ടെയിലും അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഭയങ്കര റേറ്റാണ് ഗൈസ്. നമ്മുടെ നോർമൽ കോഫിയേക്കാളും ഒരു നോർമൽ കോഫിയുടെ റേറ്റിനേക്കാളും ഒരു 2-3 പൗണ്ട് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എന്താണ് നമുക്ക് കയ്യിലുള്ള വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ചെയറിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കുറച്ച് വെള്ളം കുടിച്ചിട്ട് മുകളിലോട്ട് പോവാം. കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇവിടം വരെ എത്തിയതിന് ശേഷം പിന്നെ വെള്ളമൊന്നും കുടിച്ചില്ല. ഭയങ്കര പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട് ഇവിടെ വന്ന് ഇരുന്നിട്ട് തന്നെ. പക്ഷെ ഞാനിവിടെ കണ്ടതിൽ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ മലയാളീസിനെയോ ഇന്ത്യക്കാരെയോ ഒന്നും ഞാൻ കണ്ടില്ല. കൂടുതലും ഇവിടുത്തെ ആൾക്കാരും, അതായത് ബാക്കി രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ കൂടുതലും കാണുന്നത്. എനിക്കറിയത്തില്ല, സാധാരണ നമ്മളവിടെ പോയാൽ മലയാളീസ് ഇങ്ങനെ ഓരോ സ്ഥലം കാണാൻ വരുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഞാൻ ആരെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതുപോലെ പ്രീ ബുക്ക് ചെയ്ത് വരുന്നതുകൊണ്ടായിരിക്കാം. പക്ഷേ പ്രീ ബുക്ക് ചെയ്ത് വരും, അതായത് ലണ്ടനിൽ കാണാൻ വരുന്നവരൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വന്ന് കാണുവാണെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല. അത്രയും ബ്യൂട്ടിഫുൾ ഒരു സ്പോട്ടാണിത്. അതോ ബാക്കി ലണ്ടനിൽ വന്ന് കാണുന്നതിനെല്ലാം പേയ്മെൻ്റ് ഉണ്ട്, ഇത് പേയ്മെൻറ്റ് പോലും ഇല്ലാതെ നമുക്ക്
ഈ ഒരു 360 വ്യൂ എന്ന് പറയുന്നത് സൂപ്പറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നും കൂടെ പോയി നോക്കാം. ഏതായാലും ഇവിടെ വരെ വന്നല്ലേ, ഇനിയിപ്പോൾ അതായിട്ട് കുറയ്ക്കണ്ട. വാവ്, ഇവരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം. ഗൈസ്, ഈ ഒരു ഇതിനിടയ്ക്കൂടെ കയറി നോക്കട്ടെ. ഈ ഒരു ഇവിടുന്ന്, അതായത് റെസ്റ്റോറൻറ്റിൻ്റെ മേളിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ഇതാണ് ഇതിൻ്റെ മേളിലത്തെ ഒരു വ്യൂ. മഴയൊക്കെ പെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ ഇരുന്ന് കാണാൻ. ഇവിടുത്തെ കഴിഞ്ഞ് ഇറങ്ങി പുറത്തോട്ട് പോകാമെന്ന് കരുതിയാൽ അതിനേക്കാൾ വലിയ പോസ്റ്റാണ്. പുറത്തോട്ട് ഇറങ്ങണതിന് ക്യൂ ഉണ്ട്, കാരണം ലിഫ്റ്റിലാണല്ലോ പോകുന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് പറഞ്ഞാൽ ഈ ചെടികളെല്ലാം കണ്ടോ ഇങ്ങനെയാണ്, ഫുള്ള് വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. നല്ല കുഞ്ഞു കുഞ്ഞു ചെടികൾ വെട്ടി നിർത്തിയിട്ടുണ്ട്. അത് കാണാൻ നല്ല വ്യൂ ആണ്. കണ്ടോ, മേളി വരെയുണ്ട്, അങ്ങ് മണ്ടയ്ക്ക് വരെ. നമ്മൾ ഫുള്ള് കഴുത്ത് വേനയും കൂടെ എടുക്കുന്നതിനെക്കൂട്ട് അത്രയും പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര കൗതുകരമായൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ആരും പിടിക്കാതെ തന്നെ കണ്ടോ നൂഡിൽസ് കണ്ട ഇങ്ങനെ പൊങ്ങി കളിക്കുന്നു ഇവിടെ. നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് കണ്ടോ, ഇത് ഈ കടയിൽ കിട്ടുന്ന ഫുഡാട്ടോ, അതിൻ്റെ ആഡായിട്ടാണ് അവരിത് കാണിക്കുന്നത്. ഇത് കണ്ടോ, ആരും പിടിക്കാതെ തന്നെ അത് ഈ സ്പൂണിൽ ഇങ്ങനെ കടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ഒരു അടിപൊളി കിഡിലിൻ സ്പോട്ടിലോട്ടാണ് ഞാനിനി കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരിക്കലും ചെയ്യത്തില്ലാത്തൊരു സംഭവമാണ് ഇവിടെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വലിയ കഥയൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല, എന്നാലും ഞാൻ ഇതിൻ്റെ കഥകളിലോട്ട് ജസ്റ്റ് പോവാം. അതായത് ഞാനിപ്പോൾ കയറി പോകുന്നത് ആക്ച്വലി ഒരു പള്ളിയാണ് ഗൈസ്. നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് കറക്റ്റ് കാണാം. ഈ പള്ളി ഇല്ല, ഇപ്പം അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളോ, അതായത് പള്ളിയിലെ പരിപാടികളൊന്നും നടക്കുന്നില്ല. ഇത് ആൾക്കാർക്ക് ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗാർഡൻ പോലെ ഇവരാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് കണ്ടോ, വെൽക്കം ടു സെയിൻറ്റ് ഡൺസ്റ്റൺ ഇൻ ദ ഈസ്റ്റ്. അപ്പം ഇതാണ് കറക്റ്റ്, അതായത് നമ്മളിപ്പോൾ പോയ സ്കൈ ഗാർഡൻ്റെ തൊട്ടടുത്താണ്, നടന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഈ പള്ളി ഇപ്പം പണി, അതായത് ഇവിടെ ഇതിങ്ങനെ ഒരു ഗാർഡൻ പോലെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ്. പഴയ കണ്ടോ പ്രേതാലയത്തിൻ്റെയൊക്കെ ഒരു ആംബിയൻസ് ഉണ്ട് ഗൈസ്. പൊട്ടിപ്പൊളിഞ്ഞ ചില്ലകളും മാറാലകളൊക്കെ കാണുന്നുണ്ട്. കുറേ പ്രാവുകളും ഒക്കെ ഉണ്ട്. എനിക്കെന്തോ പള്ളിയിലൊക്കെ കയറിയുണ്ടാകുന്നു തോന്നുന്നു. പെട്ടെന്ന് സംസാരിച്ചപ്പോൾ തന്നെ ആ ഒരു ശാന്തതയൊക്കെ വന്നു ഓട്ടോമാറ്റിക്കലി. ഇതങ്ങനെ ഒത്തിരി അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ഉണ്ടോ, ഇത് കണ്ടോ പള്ളിയുടെ ആൾത്താരെയും കാര്യങ്ങളൊക്കെയാണ്. ആനവാതിലാന്നൊക്കെ തോന്നുന്നു. കണ്ടോ, ഇതിപ്പോൾ ഒരു പ്രോപ്പർ പള്ളിയായിരുന്നെങ്കിൽ ഇവിടെയായെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്തെ ഒരു ഇത് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കയറി ഡോറ് വന്ന് ഉണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ഇരുന്ന് ഫുഡ് കഴിക്കുകയും അങ്ങനെയൊക്കെയാണ്. ഇത് കണ്ടോ, പള്ളിയുടെ ചിഹ്നം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതേ ഈ സണ്ണാൻ ചാടി ചാടി പോകുന്നു. രണ്ടുപേരുണ്ട്. ചാടിക്കടിക്കാനൊക്കെ വരുന്നുണ്ടോ എന്ന് എനിക്ക് പേടിയാണ് ഗൈസ്. ഈ ഒരു മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല തണുപ്പുണ്ട്. മാത്രമല്ല ചെറുതായിട്ട് വിശപ്പിൻ്റെ വിളി വന്നു. എന്നാൽ പിന്നെ സ്റ്റോക്ക് ഫുഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്നാ. പള്ളിയിലിരുന്ന് തിന്നുന്ന പാപമാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇവിടെ കൂട്ടായിട്ട് അണ്ണാനും കുറേ പക്ഷികളും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഗൈസ് രാവിലെ തൊട്ട് ഇറങ്ങി നടന്ന് മടുത്തൊരു പരുവായിട്ട് ഞാനിവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ ഇപ്പോൾ തിരിച്ചു പോവും. കാരണം ഏകദേശം ഒരു 2:30-3 മണി ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ, ബൈ.